ഉദയ സ്റ്റുഡിയോയിൽ ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ വടക്കൻ പാട്ട് സിനിമ എടുക്കുന്നതിൽ ഒരു സ്പെഷ്യലിസ്റ്റായിരുന്നു അവർ. അതിന് ഒരു വലങ്കയ്യായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മിസ്റ്റർ ശാരംഗപാണി. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ സിനിമയിലും പിന്നിലുണ്ടായിരുന്ന ആൾ. അദ്ദേഹത്തിനെ നമുക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടണം. ശാരംഗപാണി സാറിനെ കാണണമെന്ന് ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് പക്ഷേ ആ സമയമൊന്നും ശരിയായില്ല. ഇപ്പോഴാണ് സമയം ശരിയായത്. അതുകൊണ്ടാണ് സാറിനെ കാണാൻ വന്നത്. സാറ് ഉദയ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ചാക്കോ മുതലാളിയും കാട്ടി കൂടുതൽ ശാരംഗപാണി സാറിനെയാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൊച്ചുപ്രായം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സാറ് ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സാർ നമ്മുടെ ഉദയ സ്റ്റുഡിയോയിൽ വരുന്നതിന് മുമ്പ്? ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ വരുന്നതിന് മുമ്പ് ഒരു തുന്നക്കാരനായിരുന്നു. ശരി. മിഷ്യൻ തയ്യൽക്കാരൻ. ഓ. അപ്പോൾ ആ തയ്യലിനിടയ്ക്കൂടെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ സിനിമയായ ബാലനിൽ അഭിനയിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ശരി. ആ പാർക്കിലിരുന്ന് ജ്ഞാനകുമാരി എന്ന് പാടി സേലത്തോടെ പോയി ഷൂട്ട് ചെയ്തിട്ട് വന്ന് പിന്നെ അന്നാണ് ഈ സിനിമയെക്കുറിച്ചിട്ടും ഒക്കെയുള്ള ഈ പയ്യൻ പറഞ്ഞ് കേട്ടാണ് അറിയുന്നത്. പിന്നെ പഴയ തമിഴ് പടങ്ങൾ കാണുക എന്ന് പറയുന്നത് ഒരു ശീലമായിരുന്നു. ശരി. രഞ്ജനും വസുന്ധരാദേവിയൊക്കെ അഭിനയിച്ച തമിഴ് പടങ്ങൾ അതിവിടെ തീർന്നു പോയാലും എറണാകുളത്ത് പോയ സൗകര്യമുണ്ട് അങ്ങനെ കാണുക. അങ്ങനെ സിനിമയോട് കൊച്ചിലെ ഒരു കമ്പമുണ്ട്. അതാണ്. അങ്ങനെ ഒരു കാലത്താണ് യാദൃച്ഛികമായിട്ട് റബ്ബർ ഫാക്ടറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് അത് കഴിഞ്ഞിട്ട് റബ്ബർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നോ? അതെ. അപ്പം തയ്യൽ മിഷനിൽ ഇരുന്നു കൊണ്ട് ഈ കലാപ്രവർത്തനം നടത്തുമ്പോൾ വരാവുന്ന ഭവിഷ്യത്തും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടല്ലോ. ആ ബുദ്ധിമുട്ടിൽ കൂടി മിഷനൊക്കെ പോയി. അപ്പോൾ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാവായ സഖാവ് ടി തോമസിനോട് എന്ന് പറഞ്ഞൊരു ജോലി വേണം. അപ്പോൾ ഈ ഇത്തിരി രാഷ്ട്രീയമൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി പെട്ടെന്നൊരു കത്ത് തന്നു. അങ്ങനെ റബ്ബർ ഫാക്ടറിയിൽ പോയി ജോലി ചെയ്തു. അങ്ങനെ ജോലി ചെയ്ത 4-5 മാസം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഉദയ സ്റ്റുഡിയോയിലൊരു സ്റ്റുഡിയോ ബേക്കർ കാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഉദയ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. എന്തിനാണെന്നൊന്നും അറിയില്ല. എന്നാൽ ഡ്രൈവർ പണിക്കർ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഉദയ സ്റ്റുഡിയോയിൽ ഞാൻ എത്തുന്നു. ശരിയാണ് സാർ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ജോലിക്ക് ചേർന്നത്? അപ്പോൾ അവിടെ അന്ന് പിന്നെ കുഞ്ചാക്കോ മുരളിയെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഗേറ്റൊക്കെ 3 പ്രാവശ്യം അനുവാദം ചോദിച്ചു. അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞു കുഞ്ചാക്കോ മുരളി ഇങ്ങനെ ഒരു ശാരംഗപാണി എന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു. ശരി. ആ പുള്ളി റെക്കമെൻഡേഷനിലാണോ? അല്ലല്ല, യാതൊരു റെക്കമെൻഡേഷനും ഇല്ല. അപ്പോൾ അവിടെ വന്ന് വിളിച്ചു. അപ്പോൾ എന്നോട് പുള്ളി കേട്ടെടുത്ത് അവിടെ ചോദിച്ചു. ഇരിക്കാൻ പറഞ്ഞില്ല. അതൊരു പറയില്ല ആരോട് ഇങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞാൽ എന്താ ജോലി? തയ്യൽ. നാടകം എഴുതും. സിനിമ എഴുതാൻ അറിയാമോ? സിനിമ എഴുതാൻ അറിയാം. ഈ തയ്യലിനും നാടകം എഴുതുന്നതിന്റെ എന്താ? തയ്യൽ കൂടിയാണ് നാടകങ്ങളൊക്കെ എഴുതിയത്. തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങൾ ഈ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ വരുന്നത് പോകുന്നത് ചോദിക്കുന്നത് ദുഃഖകഥകളൊക്കെ വരുന്ന ആളുകളിൽ നിന്ന് അറിഞ്ഞും കേട്ടും. പിന്നെ പ്രത്യേകിച്ചിട്ട് അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ രാഷ്ട്രീയ കാലഘട്ടം, വീടില്ല എന്ന ആൾക്കാർക്ക്, കെയർ ഫാക്ടറി തൊഴിലാളികൾ, അതിനനുസരിച്ചൊരു നാടകം എഴുതി. അവരെൻ്റെ മക്കളാണ് നമ്മളൊരു നാടകം എഴുതി. അപ്പോൾ നാടകം എഴുതി കഴിഞ്ഞപ്പോൾ ആ നാടകം സർ സി പി രാമസ്വാമിയെ അന്ന് നിരോധിച്ചിരുന്നു. അപ്പോൾ ആ നിരോധനം വരുമ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ടാകുമല്ലോ. ശാരംഗപാണി അങ്ങനെ ഒരു എഴുത്തുകാരനെ പോലെയായി. അപ്പോൾ എൻ്റെ ഒരു നാടകം ഇതിനുള്ളിൽ ശശികുമാർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ ശശികുമാർ, ടി ആർ റോമന, അവരൊക്കെ എൻ്റെ നാടകത്തിൽ അഭിനയിച്ച ആളുകളാണ്. അപ്പോൾ അവരെല്ലാം ആരോ പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ചാക്കോ മുതലാളിയോട്. അതായത് ഇങ്ങനെ ഒരു തയ്യക്കാരനുണ്ട്, ഇങ്ങനെ പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം സിനിമയാണല്ലോ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ പുള്ളിയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാ കൂടെയാണ് എന്നെ ഈ കുഞ്ചാക്കോ മുതലാളി വിളിക്കുന്നത്. മോനെ അമീരെ കണ്ട അയ്യേ, ഈ പെണ്ണിന് നാണമില്ലല്ലോ. നീ ആ ചില്ലിത്തന്നെ വേണ്ട, ആ കണ്ട് അതിന്റെ ആ ഓലന്റെ അടി കൂടെ നോക്കിക്കേ. നമ്മള് കണ്ടില്ലല്ല. എന്ത് കണ്ണിന്റെ ബാറ്ററി തീർന്നു പോയാ? കണ്ട് അല്ലാ, നിന്റെ കണ്ണ്.
പെരുന്നാക്കോൾ എന്തൊക്കെയാ? അയ്യേ, ഈ അമ്മത്തേക്ക് നാണോ ഇല്ലല്ലോ. നീ പൊടി പെണ്ണെ. ഓ, ഞമ്മക്കെന്ത് പെരുന്നാളെന്ന കുട്ടി. നമ്മുടെ നെയ്ച്ചോറിന്റെ മണം അവിടെ അടിക്കുന്നുണ്ടാ മോളെ. ഉമ്മ, സേനുവിന്റെ പെരുന്നാക്കൂടി അസ്സലായിട്ടുണ്ടുമ്മ. അവിടെ നിന്നാണ് സാർ അവിടെ തന്നെ. ഇല്ല, അത് വിളിപ്പിച്ചു ടെസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അന്ന് പടിയത്തെന്ന് പറയുന്ന ആൾ എഴുതി വെച്ചിരിക്കുകയല്ലേ ഇത്. ശരി. പടിയത്തെന്ന് ഒരാൾ എഴുതി, അയാൾ പിന്നെ വേറെ ആലപ്പുഴ ഷെരീഫ് എഴുതി, ഇങ്ങനെ 2-3 പേര് എഴുതിയിട്ട് എന്തോ അത് ഒരു നോവൽ പോലെ ആയിപ്പോയി. ഒരു സിനിമ സുഖയില്ല, എൻ്റെ സ്ലാങ് ശരിയല്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാനസികമായി അവർ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ കുഞ്ചാക്കോ മലയാളിക്ക് അപ്പോൾ ഒരു ടെസ്റ്റ്, ആ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റിൽ നിന്നൊരു 10-12 പേജ് ഊരിയെടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞ് ഇതൊന്നും മാറ്റുകയും പിടിക്കുകയും നമ്മുടെ സിനിമ എഴുതാൻ അറിഞ്ഞുകൂടല്ലോ. ഇല്ല, അറിയാൻ പാടില്ല. അതുകൊണ്ട് 1 2 3 4 5 സീൻ നമ്പറൊക്കെ അത് തന്നെ, ഇതിനകത്തുള്ള ഡയലോഗ് മാത്രം ഒന്ന് മാറ്റി എഴുതി തരണം. അങ്ങനെ 30 ദിവസം കൊണ്ട് കഥ എഴുതി തീർത്ത് വായിച്ചു കഴിഞ്ഞപ്പം എന്തോ പുള്ളിക്കാരൻ എന്നോട് വലിയ അസാധാരണമായ അപ്പം ഒരു സ്നേഹമുണ്ടായി. പടം 100 ദിവസം ഓടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ എടുക്കാൻ തുടങ്ങിയില്ലേ സാർ? ഏകദേശം നസീർ സാറാണോ സത്യ മാസ്റ്ററാണോ അവിടെ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്? അത് നസീർ സാറ്. നസീർ സാറ്. പിന്നെ ഏതാണ്ട് ഈ 1960 മുതൽ 76 വരെയുള്ള 8ഓളം വടക്കൻ കഥകൾ ഹിറ്റാണ്. അത് ABC തിയേറ്ററുകാരുടെ ഒരു ഉത്സവമാണ് വാസ്തവത്തിൽ ഉദയ ചിത്രങ്ങളെന്ന് പറയുന്നത്. അവരുടെ കല്യാണം, മക്കളുടെ കല്യാണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിൻ്റെ പുതിയ വഴികളൊക്കെ തുറക്കുന്നത് ഉദയയുടെ ഈ സിനിമകൾ വരുമ്പോഴാണ്. അതുകൊണ്ട് അവിടെ വെള്ളിത്താലത്തിൽ പണവുമായിട്ടാണ് വന്ന് ഈ പ്രൊഡ്യൂസേഴ്സ്, തിയേറ്റർ ഉടമകൾ അവിടെ വരിക. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഫീൽഡ് ഉദയയുടെ കയ്യിലായിരുന്നു.